ഗ്രേസ് ടൈമിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കിച്ചൺ മോഡുലാറൊക്കെ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് പ്രോഡക്ട്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഐക്കീന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഐക്കി എന്ന് വിചാരിക്കുമ്പോൾ ദുബായ് ഐക്കി അല്ല, നമ്മുടെ ബാംഗ്ലൂർ ഐക്കീന്നാണ്. അപ്പൊ നമുക്ക് വളരെ യൂസ്ഫുൾ ആയ എന്നാൽ അത്രയും എലഗന്റ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ എനിക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടാലോ. ആദ്യം തന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു ടിഷ്യൂവിന്റെ ഹോൾഡറാണ്. അപ്പൊ നമുക്ക് വെക്കാനുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഒരു ഹോൾഡറാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു കളർ മാത്രമാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, കാരണം ഇതിന്റെ എല്ലാ കളേഴ്സും അവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ സ്പൂൺസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കൊളുത്തുണ്ടായിരിക്കും, അതിലൂടെ കൂടിയിട്ടാണ് കേട്ടോ വെക്കുക. അപ്പൊ നമുക്ക് 4 കള്ളികളായിട്ട് അത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ചെറിയ ചെറിയ പാത്രങ്ങളും അതുപോലെ തന്നെ സ്പൂൺസും ഫോർക്കും ഒക്കെയാണ്. ആ സമയത്ത് അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇത് 99 റുപ്പീസിനാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കണേ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇതിപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാനായാലും ചെറിയ സ്നാക്സുകൾ കൊടുക്കാനായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മൾട്ടി കളേഴ്സ് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വർക്കിംഗ് കിച്ചണിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഞാൻ മെയിൻ കിച്ചണിലേക്ക് നമുക്ക് നേരത്തെ തന്നെ ഇതുപോലെ ഒരു ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നമുക്ക് കത്തി ആയാലും സ്പൂൺ ആയാലും അതുപോലെ തന്നെ ഓയിലിൻ്റെ ബോക്സസ് ആയാലും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. വർക്കിംഗ് കിച്ചണിൽ വെക്കാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഐക്കയുടെ പ്രോഡക്ട്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അപ്പം ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയ ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഞാനൊരു കണ്ടെയ്നർ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടെയ്നർ ഇതിനിപ്പോൾ ഒരു 250 റുപ്പീസ് ഉണ്ട്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം നമ്മൾ ഈ മോഡുലാർ കിച്ചണിലൊക്കെ നമുക്കിങ്ങനെ ടേബിൾ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഞാൻ ഒരെണ്ണം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്, ഞാനിത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാനായിട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് 2 സൈഡിലും പിടുത്തമൊക്കെ ഉള്ളത് കാരണം നമുക്കിപ്പോൾ കബോർഡിന്റെ ഉള്ളിലായാലും സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് നല്ലതാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കാരണം നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഈടുണ്ടായിരിക്കും. പിന്നെ ഐക്കിയിലെ ഫ്ലവർ വൈസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഒരെണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആയാലും ഫ്രഷ് ഫ്ലവേഴ്സ് ആയാലും വെക്കാം. നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം ഞാൻ വാങ്ങിച്ച മറ്റൊരു കാര്യം പോട്ട് പ്യൂരി, അതിനുള്ള പോട്ടുമാണ്. പോട്ട് പ്യൂരി അതിൽ നമുക്ക് ഐക്കയിൽ എല്ലാ ഫ്ലേവറിലും അവൈലബിൾ ആണ്. ഇതിന് നമുക്ക് 138 റുപ്പീസാണ് പോട്ട് പ്യൂരിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ഇതിനുള്ളിൽ വെച്ചാൽ എനിക്ക് തോന്നുന്നു പെട്ടെന്നൊന്ന് സ്മെല്ല് നഷ്ടപ്പെട്ടു പോകാതെ തന്നെ ഐക്കയിലെ പോട്ട് പ്യൂരി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ടീ പോട്ടാണ്. കുറച്ച് ദിവസമായിട്ടോ എനിക്കിത് കാണുമ്പോൾ തന്നെ വാങ്ങണം എന്ന് തോന്നി തുടങ്ങിയിട്ട്. അപ്പോൾ ഐക്കയുടെ പ്രോഡക്റ്റാണ് ഏറ്റവും നല്ലത് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അരിപ്പയായാലും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിങ്ങനൊരു ടീ പോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇങ്ങനൊരു ഓർഗനൈസറാണ്. ഈ ഓർഗനൈസർ ഇപ്പം നമുക്ക് ഉള്ളിലാണെങ്കിൽ ക്ലോത്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കിച്ചൺ കബോർഡിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിന് ഇങ്ങനെ 2 ഹാങ്കേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ആ കബോർഡിൻ്റെ ഉള്ളിൽ കോർത്ത് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസറായിട്ട് നമുക്ക് സ്പേസ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ വാങ്ങിയിരിക്കുന്ന 3 ഓർഗനൈസേഴ്സ് ആണ്. ഇപ്പം ഇത് നമുക്കറിയാം 3 ടൈപ്പാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇത് നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ വെക്കാനായിട്ട് അല്ലെങ്കിൽ തന്നെ ലിഡുകളായിട്ട് വെക്കാനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റൊരെണ്ണം വാങ്ങിയിരിക്കുന്നത് നമുക്ക് സ്പേസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സ്പേസ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കബോർഡിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റാൻഡൊക്കെ ചെയ്തിട്ട് ശേഷം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിത് കാണിച്ചു തരാം. ഇനി ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് ടേബിൾ ടോപ്പിൽ വെക്കാനായിട്ടാണ്. നമ്മുടെ മെയിൻ കിച്ചണിലെ ടേബിൾ ടോപ്പിൽ വെക്കാനായിട്ടാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ പോകാനായിട്ട് ഉള്ള എല്ലാ അടിഭാഗത്ത് ഒരു ട്രേ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്പൂണും ഫോർക്കൊക്കെ ഇടാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടേബിൾ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിച്ചൺ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഐറ്റമാണ് നമ്മൾ പിന്നെ വാങ്ങിയിരിക്കുന്നത്.
എനിക്ക് നമ്മൾ വാങ്ങിച്ച എല്ലാ ഐറ്റവും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ അതിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണിത്. ഞാൻ ഈ ഒരു ഷീറ്റ് നമ്മുടെ നാട്ടില് ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം പോയപ്പോൾ ഞാൻ എടുത്തതും ഇത് തന്നെയാണ്. നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിലായാലും കബോർഡിന്റെ ഉള്ളിലായാലും നമുക്ക് ഈ ഷീറ്റ് ഒന്ന് വിരിച്ചു കഴിഞ്ഞിട്ട് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അഴുക്കാകാതെ എന്നും പുത്തനായിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു ഷീറ്റ് നമുക്ക് ഉപകാരമാണ്. നല്ല തിക്കാണ്, നല്ല തിക്കാണ് ഷീറ്റ്. ഞാനിത് കട്ട് ചെയ്ത് ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിന്റെ ഉള്ളിലും അതുപോലെ തന്നെ കബോർഡിന്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്ത് തന്നെ കാണിച്ചു തരാം. അപ്പൊ അത് ഞാൻ എന്തായാലും കുറച്ചൊന്നുമല്ല കേട്ടോ, 4 ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഒരുവിധം എല്ലാവരും ഓൺലൈനിലും ആമസോണിലൊക്കെ വാങ്ങുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് അതിന്റെ സൈസൊക്കെ പറയുമ്പോൾ എത്രത്തോളം അത് വലുപ്പത്തിൽ കിട്ടുന്നു എന്ന് അറിയില്ല. അപ്പം ഞാൻ നേരിട്ട് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അതായത് നമ്മുടെ ക്ലോത്ത് ഒക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് കബോർഡിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കും. ഇപ്പോൾ കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ സോക്സ് ആയാലും അണ്ടർ ഗാർമെന്റ്സ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അടുക്കി ഒതുക്കി വെക്കാനായിട്ട് ഈ ഓർഗനൈസർ നമ്മളെ സഹായിക്കും. ഇതിന് പല കളേഴ്സും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വൈറ്റ് തന്നെയാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ, അത്യാവശ്യം വലുപ്പമുണ്ട്. മാത്രമല്ല ആ സമയത്ത് നല്ല ഓഫറും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് തോന്നിയത് ഡ്രൈ മാറ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇതിനു മുമ്പ് എൻ്റെ ബ്രദർ എനിക്കൊരെണ്ണം കൊണ്ടു തന്നിട്ട് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആ നനവൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കത് കബോർഡിൻ്റെ ഉള്ളിലേക്കൊക്കെ മാറ്റുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല നമ്മുടെ ടേബിൾ ടോപ്പിലും അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലും ഒട്ടും വെള്ളമാവുമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു മാറ്റ് ഉണ്ട്, ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് ശരിക്കും ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് അന്വേഷിച്ചു പോയ ഐറ്റമാണ് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിൽ ഒരു തട്ടല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ കിച്ചൺ കബോർഡ് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ കബോർഡിന്റെ ഉള്ളിൽ ഓൾറെഡി ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഈ താഴെയുള്ളതൊക്കെ നമ്മൾ ഗ്ലാസ്സുകൾ വെച്ചിരിക്കല്ലേ. എന്നാലും ഈ ഒരു സ്പേസ് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഞാൻ 2 എണ്ണം വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഒരെണ്ണം ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ സ്പേസ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിത്. അപ്പൊ ഞാനിത് കണ്ടിട്ട് വാങ്ങിച്ചാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് നമുക്ക് സ്റ്റാൻഡായിട്ട് അതിന്റെ സെന്ററിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലും നമുക്ക് പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ വെക്കാനായിട്ട് പറ്റും. മാത്രമല്ല കാണാൻ നല്ല ഭംഗിയാണ്. കാണാൻ മാത്രമല്ല നല്ല വെയിറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം ഇതിന് കോസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു പീസിന് നമുക്ക് 629 രൂപ വരുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാലാകാലം ഉപയോഗിക്കാനായിട്ട് പറ്റും. അതേസമയം നമ്മുടെ കബോർഡിന്റെ ഉള്ളിൽ സ്റ്റാൻഡുകൾ പണിയുന്നതിന് എന്തായാലും അതിനേക്കാൾ കൂടുതൽ പൈസ വരും. അപ്പൊ നമുക്കിത് റിമൂവബിൾ ആണ്. ആവശ്യമുള്ള സമയത്ത് വെക്കാം, അല്ലാത്ത സമയത്ത് എടുത്ത് വെക്കാം. അപ്പൊ അങ്ങനെ 2 എണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് നമുക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. അത് അവിടെയല്ല, നമുക്ക് എവിടെയാണെങ്കിലും ഇനിയിപ്പോൾ കിച്ചന്റെ കബോർഡിന്റെ ഉള്ളിൽ വേണമെന്നില്ല, ടേബിൾ ടോപ്പിലായാലും നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ച് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമുക്കിതൊക്കെ ചെയ്ത് കാണാട്ടോ പിന്നീട്. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാൻ ചെറിയ ചെറിയ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഞാനൊരു കൗതുകത്തോടു കൂടി വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ. അതായത് ചുവന്നുള്ളി, വെളുത്തുള്ളി, സവോള അല്ലെങ്കിൽ പച്ചമുളക് ഒക്കെ നന്നാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പല പല കള്ളികളായിട്ടുള്ള ബോക്സാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇതിന് വന്നിരിക്കുന്ന 250 രൂപയാണ്. പക്ഷെ അന്ന് ഓഫറിൽ നിന്ന് 200 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കാണാം. പിന്നെ ഇതുപോലെ തന്നെ ഞാനൊരു കണ്ടെയ്നർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ട്രാൻസ്പാരന്റ് കണ്ടെയ്നർ ആകുമ്പോൾ നമ്മൾ എന്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത്. അതായത് നമുക്ക് ഈ ഒരു മാറ്റിന് മുകളിൽ വെച്ചിട്ടാണ് വീഡിയോ പ്രസന്റേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും അധികം അത്യാവശ്യമുള്ള കാര്യമാണ്. അത് പല ഡിസൈൻ കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാറ്റ് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ സ്ത്രീകളല്ലേ, എന്തെല്ലാം വാങ്ങിച്ചാലും ഒരുപക്ഷെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളായാലും നമ്മൾ അവിടെ പോകുമ്പോൾ അത് കാണുമ്പോൾ ഇത് കാണുമ്പോൾ ഒക്കെ വാങ്ങിച്ചു വെക്കും. അങ്ങനെ 1-2 സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇവിടെ കിട്ടില്ലേന്ന്. പക്ഷെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രോഡക്റ്റ് കുറച്ചുകൂടെ നന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു വളരെ ചെറിയതായിട്ടും അതുപോലെ നന്നായി സ്ലൈസ് ചെയ്യാനും ഒക്കെ ഉള്ളത് കണ്ടപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം വാങ്ങിച്ചു. പിന്നെയുള്ളത് എത്ര വാങ്ങിച്ചാലും നമുക്ക് മതിയാവില്ല. പക്ഷെ ഇത് ഷോ പീസായിട്ട് വെക്കണോ, ഇനി ടേബിളിലെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണോ, കട്ടിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും അതിന്റെ ചെറിയൊരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മതിയാവില്ലല്ലോ, സ്പാച്ചുലാസും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്.
പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, ഒരുപാട് കടകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഐക്കയുടെ പ്രോഡക്റ്റിന് ഞാൻ ഗ്യാരണ്ടി പറയാണ്. കാരണം ഇത് 5 ബോക്സ് ആണുള്ളത്. 5 ബോക്സ് ഡിഫറെന്റ് കളറിലുണ്ട്. മാത്രമല്ല നല്ല ക്വാളിറ്റിയാണ്, നല്ല കട്ടിയുള്ളതാണ്. അപ്പൊ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട്, നമുക്ക് വാഷ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ മിക്സിംഗ് ബൗളായിട്ടും ഫ്രിഡ്ജിലെ കണ്ടെയ്നേഴ്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല പ്ലാസ്റ്റിക് ആണ്, അത് മാത്രമല്ല അത് നല്ല തിക്കും നല്ല വെയിറ്റും ആണ്. അപ്പൊ എന്തായാലും ഐക്യ പോകണ്ടെങ്കിൽ ഇത് വാങ്ങണം കേട്ടോ. അന്ന് ഇത് നല്ല ഓഫറിലായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തി. ചുമ്മാ ഇത്രയും വാങ്ങിച്ച സ്ഥിതിക്ക് പൊടിയൊന്നും പിടിക്കാണ്ട് നമ്മൾ സൂക്ഷിക്കണമല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സംഭവം കൂടെ നമ്മളൊന്ന് വാങ്ങിച്ചു മാത്രം. ഇതൊക്കെ ഇവിടെ കിട്ടും, എന്നാലും ഇത് കൂടെ വാങ്ങിച്ചു. അങ്ങനെ ഒരുവിധ സാധനങ്ങളെല്ലാം പരിചയപ്പെടുത്തിയിട്ടോ. പെട്ടെന്ന് നിങ്ങളെ കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഞാൻ വേഗം അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അവിടുത്തെ ഒരു ബാഗിന്റെ കാര്യമാണ് കേട്ടോ. ഐക്കയുടെ എംബ്ലോക്കുള്ള ബാഗ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന് 169 ആണോ 149 ആണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും അത്രയാണ് റേറ്റ്. സംഭവം രണ്ടാമതൊരു ബാഗ് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആള് പറയായിരുന്നു ഒരെണ്ണം മതി, അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന്. നല്ല ക്വാളിറ്റിയാണ്. ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ ഒരൊറ്റ ബാഗിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ബാംഗ്ലൂർ പോകുന്നവരൊക്കെ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.